മഹാഭാരത രാമായണത്തിലുണ്ടായ ആ സംഭവങ്ങൾ, കഥകൾ, എഴുതിയ കാര്യങ്ങൾ ഇനി എത്ര യുഗം കഴിഞ്ഞാലും അതേപോലെ കഥാവതാരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ നോക്കിയാൽ അത് തന്നെയാണ് കാണുന്നത്. അതിനുള്ള സംഭവം തന്നെയാണ് ജനങ്ങളുടെ സ്വഭാവമായിട്ട് കാണുന്നത്. കാരണം അപ്പോൾ അതിനെങ്ങനെ നേരിടാനുള്ള മാർഗവും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിജീവിക്കാനും നേരിടാനും അതിനെങ്ങനെ സമുദ്രത്തിലൂടെ നീങ്ങിയെന്നും പറയുന്നുണ്ട്. അവരുണ്ടാക്കിയ കഥകളുടെ അവസാനിക്കാൻ പോകുന്നില്ല. ലൗകികം നോക്കിയാലും രാജ്യത്തിൻ്റെ നോക്കിയാലും ഏതെടുത്ത് നോക്കിയാലും കാണാം. ഇപ്പോൾ കുമാരസംഭവം, ശാകുന്തളം പോലെ ഒരു രാജ്യത്തിലും അവിടം വരെ ശൃംഗാരം വന്നില്ല. ഇത്ര ശൃംഗാരമുള്ള വിശദീകരണം ശാകുന്തളം പോലെ കുമാരസംഭവം വന്നിട്ടില്ല. അത്ര ശൃംഗാരം മറ്റു രാജ്യത്തിൽ പോയി. പക്ഷേ അതിനൊരു മൂല്യമുണ്ടായി. വെറും ഒരു ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരല്ല, ഒരു ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നവരല്ല. അതിനൊരു മൂല്യമുണ്ടായി. എത്ര നമ്മൾ വായിച്ചാലും ഒരു പ്രാക്ടിക്കൽ വശം ഒരാടുത്ത് തന്നെ മനസ്സിലാക്കണം. നമ്മളൊരു PhD എടുക്കുന്ന സമയത്ത് മറ്റൊരാളുടെ കേൾക്കുന്ന പോലെ അപ്പം അനുഭവമാണ് ഗുരു എന്ന് പറയും. അപ്പം അനുഭവിച്ചവരാണ് ഗുരുക്കന്മാർ. 1000 പേര് പറയുകയാണ് അയാളെ കൊല്ലം ഞാൻ കണ്ടില്ല. പക്ഷേ തെളിവെടുക്കുന്ന ഒരാൾ കണ്ടതായിട്ടുള്ളതാണ് കോടതി തെളിവായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞതാണ്, അവരുടെ അനുഭവമാണ് പറഞ്ഞത്. ഉപനിഷത്തുള്ള ഗീതയാണ് അടിസ്ഥാന ഗ്രന്ഥം. ഏത് സാഹചര്യത്തിൽ വളരേണ്ട കുട്ടികൾക്കും വേണ്ടതുണ്ട്. ഓരോ പ്രായം അനുസരിച്ചുള്ളതാണ്. അകത്തെ യുദ്ധവും പുറത്തെ യുദ്ധമുണ്ട്. അകത്തുനിന്നാണല്ലോ യുദ്ധം പുറപ്പെടുവിക്കുന്നത്. കൃഷ്ണൻ പോയി യുദ്ധം ചെയ്തില്ല. ഒരു മിലിറ്ററി ഓഫീസർ വന്നപ്പോൾ സമാധാനം ഭേദം നേടണമെന്നുള്ളതാണ് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു സൃഷ്ടി തുടങ്ങുന്നത് ആദ്യം മനസ്സിലാണല്ലോ. ഇങ്ങനൊരെണ്ണം ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു പെയിൻറ്റിങ്, ഇങ്ങനൊരു പെയിൻറ്റിങ് ഉണ്ടാക്കണം, ഉള്ളിലാണ്. പിന്നെയാണ് അത് പെയിൻ്റായി വരുന്നത്. അപ്പോൾ ഒരു ചെള്ളി എടുത്ത് ഇങ്ങനൊരു ചട്ടി ഉണ്ടാക്കണം, അല്ല ഇങ്ങനെ ഒരു കുടം ഉണ്ടാക്കണം, അല്ല ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടാക്കണം. ഒന്ന് ആദ്യം മനസ്സിലായ രൂപം സങ്കല്പിച്ചാണ് പിന്നെ തുടങ്ങുന്നത്. പിന്നെ പെയിൻറ്റിങ്ങും ഇന്ന പെയിൻറ്റിങ്ങാണ്. അത് ആദ്യം മനസ്സിലാണ് ആ സൃഷ്ടി വരുന്നത്. പിന്നെയാണ് അത് മനസ്സിൽ വന്നിട്ട് പിന്നെ പുറത്താണ് അത് രൂപം കൊടുക്കുന്നത്. അത് ആദ്യം മനസ്സിലാണ്, അതാണ് പുറത്ത് പ്രകടിപ്പിക്കുന്നതെന്നുള്ളതാണ്. അല്ല, മനസ്സിൽ ശാന്തമാണെങ്കിൽ പ്രശ്നമില്ല. ഒരാളുള്ള ദേഷ്യം വിദ്വേഷമാണ് വാക്കായിട്ടൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ യുദ്ധം വരെ ഉണ്ടാകുന്നത്. ആ ചെളി നനഞ്ഞിരിക്കുന്ന ചെളി തന്നെ ആണെങ്കിൽ അപ്പം നമുക്ക് എപ്പോഴും തിരിച്ചു മറിച്ചോ ചെയ്യാം. അതല്ല ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു മറിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ചിന്തകൾ വരുമ്പോൾ നമ്മളതിനെ സുഗുണമന നിത്യാസനം ചെയ്യണം. ഇത് ശരിയോ തെറ്റോ, ഇങ്ങനെയല്ല എങ്ങനെ ആയിരിക്കും. അതിന് കുറച്ച് സമയം എടുക്കും. കൃഷ്ണനും രാമനും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാ മഹാത്മാക്കളും പ്രശ്നമുണ്ടായിരുന്നു. ശാരീരികമായ അസുഖങ്ങൾ അവർക്കുണ്ടായിരുന്നു മഹാത്മാക്കൾക്ക്. പക്ഷെ അവരുടെ മനസ്സിനെയാണ് അവർ അങ്ങനെ നിർത്തിയിരുന്നത്. കുയിലിനെ പോലെ കാക്കയ്ക്ക് പാടാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്തോ കുയിലിനെ പോലെ കാക്ക പാടാത്തെന്ന് പരാതി പറയും. അപ്പം അതിന് നമ്മളെന്ത് ചെയ്യണം? കാക്കയെ കാക്കയായിട്ട് കാണുക, കുയിലിനെ കുയിലിനായിട്ട് കാണുക. അപ്പം ആ ഒരു ഭാവത്തിൽ നമ്മൾ പോകണം. നമ്മൾ ആഗ്രഹം ഉണ്ടാക്കി നമുക്ക് ദുഃഖം ഉണ്ടാകും. തീയുണ്ട്, പുകയുണ്ടാകും. അപ്പോൾ വെയിലും മഴയും പോലെ, രാത്രിയും പകലും പോലെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. നിരപരാധിയായവർക്കും ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ജയിൽവാസം, സാക്ഷി പറഞ്ഞ് ജയിലിൽ പോകുന്നു. നമ്മളിപ്പോൾ സമാധാനിക്കേണ്ടത് പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഫലമായിരിക്കാം ഈ ജന്മം വന്നെന്ന് സമാധാനിക്കുക. അല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. വിഷമിച്ച് പിന്നെ നമുക്ക് ഈ പ്രതികാര ബുദ്ധിയോടുകൂടി നമുക്ക് പോകാൻ പറ്റും. പ്രതികാരം കൂടി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവാണ്. ചെറിയ പ്രശ്നങ്ങൾ അത് വലുതാക്കി വ്രണം ചൊറി വലുതാക്കി വന്നാലും നമ്മളും മുങ്ങുന്നു, മറ്റുള്ളവരെയും മുഖിക്കുന്നു. അപ്പം അതേ ഒരു രീതിയിൽ അപ്പോൾ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തായാലും ദുഃഖം ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മളവിടെ സമാധാനം, ഈശ്വരൻ തന്നത് ഈശ്വരനെടുത്തു. ആ ഒരു ഭാവത്തിൽ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണം. അല്ല മറ്റൊരു വഴി നമുക്കില്ല. സൃഷ്ടിച്ചവൻ രക്ഷിക്കാനും സംഹരിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞ പോലെ വിചാരിക്കാൻ നോക്കും. ഇപ്പോൾ ഒരു ശില്പി ചെളി കൊണ്ട് രൂപം ഉണ്ടാക്കുകയാണ്.
ആ രൂപത്തെ ശരിയായില്ല അങ്ങനെ വെച്ചാൽ ആ രൂപത്തെ നശിപ്പിക്കുന്ന ശക്തി ഉണ്ടായിരുന്നു വിചാരിക്കാൻ. അയാളാണ് ചെളി കൊണ്ടൊരു രൂപം ഉണ്ടാക്കി. അതുപോലെ നമുക്ക് അങ്ങനെ സമാധാനിക്കാം. PG എടുക്കാൻ വേണ്ടി 4 വർഷത്തേക്ക് പോവാണ് ഒരു കുട്ടി. വളരെ സ്നേഹിച്ച് വളർത്തുന്നൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെടുത്ത് കൊടുത്തു. അപ്പോൾ പോകുന്ന വെസ്റ്റേൺ രാജ്യത്ത് പോകണം, 5 വേറെ രാജ്യത്ത് പോയാണ് PG ചെയ്യുന്നത്. അപ്പോൾ 4-5 വർഷം എടുക്കും PG ചെയ്യാൻ. അപ്പോൾ ഈ കൂട്ടുകാരെടുത്ത് കൊടുത്ത് പട്ടി ഞാൻ വരുന്നവരെ നോക്കണേ പറഞ്ഞിട്ട്. ഈ പട്ടി വളരെ സ്നേഹിക്കുന്ന പട്ടിയായതുകൊണ്ട് ആ സ്വീകരിച്ച് ഒരു ഭയങ്കര അറ്റാച്ചായി പട്ടിയോട്, ഭയങ്കര സ്നേഹമായി. എന്നിട്ട് കുട്ടി കൂടെ കിടത്തുക, അതിനെങ്ങനെ വാത്സല്യിക്കുക ഒക്കെ ആയി. ഇവർ PG കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് പട്ടിയെ ചോദിച്ച് അപ്പോൾ തിരിച്ചു കൊടുത്തു. ചെല്ലാണെങ്കിൽ എങ്ങനെ എത്ര സ്നേഹിച്ചല്ലോ, വാത്സല്യച്ചല്ലോ, നമുക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി. പിന്നെ ഞാൻ അത്രയും സ്നേഹിച്ച പട്ടിയെ കൊണ്ടുപോയല്ലോ, അങ്ങനെ ദുഃഖിക്കാൻ തുടങ്ങി. പിന്നെ ദേഷ്യവും ദുഃഖവും അമർഷവും ഒക്കെ നമുക്ക് വരാം. പക്ഷെ നമ്മുടെ മമതയാണല്ലോ അതിന് കാരണം.